നമസ്കാരം. പേരെന്തായിരുന്നു? ധന്യ ഷൈൻ. ഓക്കെ, ചേച്ചി ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ വട്ടം വിജയിച്ച ഒരാളാണ്, കൗൺസിലറായിരുന്നു. വീണ്ടും അതേ വാർഡിൽ തന്നെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കഴിഞ്ഞൊരു 5 വർഷത്തെ അനുഭവങ്ങൾ? എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ? എങ്ങനെയാണ്? കഴിഞ്ഞ 5 വർഷം നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ വാർഡിൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇലക്ഷനെ നമ്മൾ നേരിടാൻ പോകുന്നത്. ജനങ്ങളുടെ ഇടയിൽ തന്നെ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഇറങ്ങിയിട്ടുള്ള പോലെയല്ല ഈ 5 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ ഈ ഇലക്ഷനെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഒരാളുടെ ഭാഗത്ത് നിന്ന് പോലും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ വോട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലോ ഒന്നും ആരും നമ്മളോട് പ്രതികരിക്കുന്നില്ല. ഇതിനു മുന്നുള്ള വർഷങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിറഞ്ഞ മനസ്സോടുകൂടിയും ആണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. അതൊക്കെ തന്നെ നമ്മളുടെ 5 വർഷത്തെ സേവനങ്ങളുടെ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇന്ന് നമ്മളെ മനസ്സിലേറ്റി ഇരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. ഇപ്പോൾ ചേച്ചി മത്സരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ വട്ടം മത്സരിക്കുമ്പോൾ വലിയൊരു ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടായിരുന്നൊരു വാർഡ് കൂടിയാണ്. കാരണം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ CPM-ന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഒരു വാർഡ് കൂടിയാണ്. ശക്തമായിട്ടുള്ളൊരു CPM-ന്റെ ചെങ്കോട്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു വാർഡ്. ആ വാർഡാണ് ചേച്ചി പിടിച്ചെടുത്തത്. ഈ വാർഡ് വിജയിച്ച് അല്ലെങ്കിൽ BJP വിജയിച്ചതിന് ശേഷം ചേച്ചി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ സമയത്തുള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന മികവ് എന്ന് ചേച്ചിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? അതായത് ആദ്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, അവിടുത്തെ ജനങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, അതുപോലെ തന്നെ അവിടുത്തെ ഇതര രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും വിചാരിച്ചിട്ടില്ല ആ വാർഡിൽ BJP ജയിക്കുമെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ അവിടെ ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. അതിനുശേഷം ജനങ്ങൾ നമ്മളെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് സ്വീകരിച്ചത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൊറോണ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ആ സമയത്ത് പറ്റി. ജനങ്ങളൊക്കെ ലോക്ക്ഡൌൺ മൂലം വീട്ടിലിരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെട്ടുകൊണ്ട് ഭക്ഷണവും മരുന്നും മറ്റു സാധനങ്ങളും അത് വാങ്ങിക്കുന്നതിനും രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും ആയിട്ട് എല്ലാ രീതിയിലും നമ്മൾ അന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കുകയുണ്ടായി. അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ നടത്തുകയും അവരതിലെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇതിനു മുന്നേ കേന്ദ്ര പദ്ധതികളൊക്കെ ആ വാർഡിൽ എത്താത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി കേന്ദ്ര പദ്ധതികൾ അവർക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഞാൻ വന്നതിന് ശേഷം ആ വാർഡിൽ ഉണ്ടായിരുന്നത്. അതുപോലെ വെള്ളമായാലും വെളിച്ചമായാലും റോഡിന്റെ കാര്യത്തിൽ ശോചനീയമാണ്. കാരണം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തത് മൂലമാണ് നമുക്ക് റോഡ് പണിയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായത്. കിട്ടിയ ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഏറ്റവും അടിയന്തര പ്രാധാന്യമായിട്ട് നടത്തേണ്ട റോഡുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു അവസരമായിട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഈ CPM-ന്റെ ഒരു ഉരുക്കുകോട്ട തകർത്ത് കളഞ്ഞതിന് ശേഷം CPM പ്രവർത്തകർ അത് തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു വാശിയോടുള്ളൊരു പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചേച്ചിക്കുണ്ടോ? അത് സാധ്യമാവുന്ന ഒരു കാര്യമാണോ അവർക്കിനി? അവർക്കത് സാധ്യമല്ലാത്ത കാര്യം തന്നെയാണ്. എന്ത് തന്നെ ചെയ്താലും ആ വാർഡ് ഇനി CPM-ന് പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായ ഉറപ്പ് നമുക്കുണ്ട്. നമ്മൾ ജയിച്ച സമയം മുതൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഞങ്ങൾ തിരിച്ചു പിടിക്കും തന്നെ പറയുന്നത്. പക്ഷെ അവര് ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. കാരണം BJP-യിലേക്ക് ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വട്ടം ചെയ്യാത്തവർക്ക് ചിലപ്പോൾ തോന്നും, മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും, ചെയ്തില്ലല്ലോ എന്ന്. കാരണം ഈ 5 വർഷം നമ്മൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ മതജാതി വ്യത്യാസമില്ലാതെയാണ് നമ്മൾ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു മികവ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത് CPM-ന് മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. ഇപ്പൊ അത് കേരളത്തിൽ ആകമാനം മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു വാർഡിലെ 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അത് ഒരു കടുത്ത മത്സരമായിട്ട് തോന്നുന്നുണ്ട്. അത്ര വലിയ കടുത്ത മത്സരമല്ലെങ്കിലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ 3 സ്ഥാനാർത്ഥികളും തുല്യ ശക്തരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പ്രവർത്തന മികവ് എങ്ങനെ വന്നാലും BJP-ക്കാണ്. സംഘടനാ ശക്തി കൊണ്ടും അവിടെ BJP തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. മറ്റുള്ള പാർട്ടിക്കാരെ സംബന്ധിച്ച് എന്താ പറയാ, അധികം പ്രവർത്തകരില്ല, പ്രവർത്തിക്കാനായിട്ട് ആളില്ലാത്ത അവസ്ഥയാണെങ്കിലും
നമ്മളുടെ ഭാരതീയ ജനതാ പാർട്ടിനെ സംബന്ധിച്ച് ഒത്തിരി യുവാക്കളും യുവതികളും അമ്മമാരും അടങ്ങുന്ന ഒരു സംഘമാണ് നമ്മൾക്ക് ഇന്ന് ആ വാർഡിൽ ഉള്ളത്. ഇതിന് മുന്നൊന്നും നമുക്ക് ഇറങ്ങാൻ പോലും നമ്മളുടെ വാർഡിൽ 2010 ഞാൻ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് വാർഡിൽ ഇറങ്ങാനായിട്ട് പേരിന് പോലും എന്താ പറയാ ഒരു സ്ത്രീകളെ കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒത്തിരി അമ്മമാരും നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്രാവശ്യം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒട്ടും ഒരു പരാജയ ഭീതി നമ്മളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോ ഈ അന്ന് 2010 മത്സരിക്കുന്ന സമയത്ത് അപ്പോഴത്തെ BJP-യുടെ സാധ്യതകൾ എങ്ങനെയായിരുന്നു? അന്ന് എത്ര വോട്ടുകളാണ് ലഭിച്ചത്? CPM-ന്റെ ഒരു മേൽക്കോയ്മ എങ്ങനെയായിരുന്നു അന്ന്? അത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ BJP-ക്ക് യാതൊരു വിധത്തിലും ഒരു സാധ്യത ഇല്ലാത്ത സമയത്താണ് ഞാൻ അന്ന് 2010 ഇലക്ഷനിൽ നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാനും കൂടെ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. നമ്മളെ ആട്ടി ഓടിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. 2-3 വീട്ടിൽ നിന്ന് നമുക്ക് എന്താ പറയാ മാനസികമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഒരു പെരുമാറ്റമൊക്കെ അവരുടെ ഭാഗത്ത്. അവരെന്താ പറഞ്ഞു? അവര് പറഞ്ഞ വെച്ചാല് വോട്ട് ചോദിച്ച് ഈ പടി പോലും ഒരാളും ഈ പടിക്ക് വരണ്ട, പടിക്ക് വന്നാൽ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ വോട്ട് ചോദിച്ച് അവരെ വീടിന്റെ ഗേറ്റ് തുറന്ന് വന്നാല് കാല് തല്ലിയൊടിക്കും എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇനി നിങ്ങൾ കടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം അവര് എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷ ടൈമിൽ നമ്മൾ ജയിച്ചു വന്നപ്പോൾ പോലും മോളൊന്നും മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞിട്ട് അവര് നമ്മളോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷെ അന്നത്തെ അവരുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് ആയതുകൊണ്ടായിരിക്കാം നമ്മളെപ്പോലെ ഒരാള് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ആ വാർഡിൽ വന്നപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഭയങ്കര മേൽക്കോയ്മയായിരുന്നു അന്നുണ്ടായിരുന്നത്. LDF-ന് ശക്തമായിട്ടൊരു ചട്ടക്കൂടുള്ള ഒരു വാർഡാണ് എൻ്റെ ഈ 44-ാം വാർഡ് 45-ാം വാർഡായിട്ടുള്ള ഈ ഐക്യരപ്പറമ്പ് വാർഡ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ വോട്ടിംഗ് ശതമാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതിലെ കണക്കുകൾ എങ്ങനെയായിരുന്നു? അതിലെ കണക്ക് ഏകദേശം ഒരു 400 ചില്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് LDF വിജയിച്ചത്. കോൺഗ്രസ് 2ാം സ്ഥാനത്ത് ഒരു 210 വോട്ട് കിട്ടിയിട്ടാണ് അന്ന് BJP വരുന്നത്. അതിന് മുൻ വർഷങ്ങളിൽ BJP-ക്ക് ഏകദേശം 60 വോട്ടോളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ആ സ്ഥാനത്താണ് നമ്മൾ ഇലക്ഷനിൽ നിന്നിട്ട് 210 വോട്ട് നമ്മൾ പിടിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. കാരണം അത്രയും വോട്ട് നമുക്ക് കയറി വോട്ടിംഗ് ശതമാനം നമുക്ക് കൂട്ടാനായിട്ട് 2010 ഇലക്ഷന് സാധിച്ചു. പക്ഷേ ഏകദേശം 10 വർഷം 2020 2015 വോട്ട് 260 വോട്ടായിരുന്നു. 2020 വന്നപ്പോഴാണ് നമ്മൾ 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് 464 വോട്ട് നമ്മൾ നേടിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്നത്. 134 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് വോട്ട് ചേർക്കലൊക്കെ എങ്ങനെയായിരുന്നു? എത്ര വോട്ടുകൾ ചേർത്തിട്ടുണ്ട്? മൊത്തം വോട്ട് 303 വോട്ടോളാണ് മൊത്തത്തിൽ ചേർത്തിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടിയിട്ട് BJP ചേർത്തിട്ടുള്ളത് 184 വോട്ടോളം BJP ചേർത്തിട്ടുണ്ട്. അത് വലിയ ഒരു മേൽക്കോയ്മയാണ്. പകുതിയിൽ കൂടുതൽ വോട്ടുകൾ BJP തന്നെയാണ് ചേർത്തത്. അതെ, BJP-യുടെ പക്ക വോട്ട് തന്നെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ആ 184 വോട്ടും നമുക്ക് തന്നെയുള്ള വോട്ട് തന്നെയാണ്. അതിന്റെ പേരിൽ നമുക്ക് പരാജയത്തിന്റെ ഭീതി നമുക്ക് ഒട്ടും വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോ ഈ അവസാനമായിട്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണ് ആ ഒരു വാർഡിൽ? അവിടെ വളരെ പരിതാപകരമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതിന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥി എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം അധികം വോട്ടൊന്നും പിടിച്ചിട്ടില്ല. ഏകദേശം ഒരു 160 വോട്ടോളെ അവർ പിടിച്ചിട്ടുള്ളൂ. അതും ഇപ്രാവശ്യം ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് സംശയം തന്നെയാണ്. ഇപ്പോ നിഷ്പ്രയാസം വിജയിച്ചു പോരാം എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ്. അതെ, ആത്മവിശ്വാസം നമുക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വോട്ടിംഗ് നിലവാരം അനുസരിച്ചും ജനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന അവസ്ഥ അനുസരിച്ചും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തെന്നെ വന്നാലും ഈ ഇലക്ഷന് വിജയിക്കും എന്നുള്ളത്. മുനിസിപ്പാലിറ്റി ഭരണം BJP പിടിച്ചെടുക്കും. ഇപ്പൊ ഈ വർഷം നമ്മൾ തന്നെ ഭരിക്കും. നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും.